ഹായ് ഡിയർ ഫാൻസ്, വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ടിക്ടോക്കിൽ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് ഒരു വീഡിയോ കാണാനിടയായി. ഖത്തറിലെ ഒരു പ്രമുഖ സ്ഥാപനത്തിലേക്കാണ് ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കണ്ടത്. നല്ല ജോലിയാണ്, സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. കൂട്ടത്തിൽ മറ്റൊരു കണ്ടീഷൻസ് കൂടി അവർ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രം എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടവർക്ക് വേണ്ടി മാത്രം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആ മതവിഭാഗത്തിൻ്റെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് മാത്രമേ അപേക്ഷകൾ ക്ഷണിക്കുന്നുള്ളൂ എന്നാണ് അതിൽ പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗക്കാരെ ജോലിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ തരക്കേടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അത് ഓരോരുത്തരുടെയും ഓരോ മാനേജ്മെൻറ്റിൻ്റെയും തീരുമാനമായിരിക്കാം. പക്ഷേ നിങ്ങൾ പരസ്യമായിട്ട് വീഡിയോകളിലൂടെയൊക്കെ അല്ലെങ്കിൽ പരസ്യങ്ങളിലൂടെ പരസ്യം കൊടുക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരസ്യം കൊടുക്കുമ്പോൾ അതിലൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നുള്ളത് അത് ഉചിതമല്ല. നിങ്ങൾ അപേക്ഷകൾ ക്ഷണിച്ചതിന് ശേഷം അല്ലെങ്കിൽ വികളും അപേക്ഷകളൊക്കെ നിങ്ങൾ കയ്യിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് ഒരു പ്രത്യേക മതവിഭാഗക്കാരെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യമായിട്ട് അങ്ങനെ പരസ്യങ്ങൾ വീഡിയോയിലൂടെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഖത്തറിലേക്കുള്ള ഒരു പ്രമുഖ സ്ഥാപനത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഉദ്യോഗാർത്ഥികൾ ക്ഷണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ പരസ്യത്തിലാണ് ഇതുപോലെ കണ്ടീഷൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തത്. ഇനി ഏജൻസികളായാലും നേരിട്ട് സ്ഥാപനങ്ങൾ ചെയ്യുന്ന പരസ്യങ്ങളായാലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള പ്രത്യേക മതവിഭാഗക്കാർക്ക് വേണ്ടി മാത്രം അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതായിരിക്കും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.